നമസ്കാരം. കുറച്ച് ദിവസമായി ഒരു സിനിമ കാണണമെന്നുണ്ടായിരുന്നു. കുറേ തിരക്കായിരുന്നു. ഇന്ന് ആ സിനിമ കണ്ടു. സിനിമയുടെ പേര് ശുക്രൻ. ശുക്രൻ സിനിമയെക്കുറിച്ച് ഒന്നും പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിബിൻ ജോർജിൻ്റെ സിനിമയാണ്. ബിബിനെ സംബന്ധിച്ച് നമുക്കറിയാം. ബിബിൻ ചെയ്ത് ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം നമുക്ക് കുറച്ച് നൊമ്പരം തരും, കുറച്ച് സന്തോഷം തരും. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ ശുക്രൻ്റെ ഒരു യാത്ര. ശുക്രൻ തെളിയുകയാണ് എല്ലാവർക്കും. ഈ സിനിമ സംവിധാനം ചെയ്തത് ഉബൈനയാണ്. ഉബൈനയെ നമുക്കറിയാം. ഉബൈനി അമറുലിൻ്റെ സിനിമയുടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വന്നതാണ്. ഇതിനു മുമ്പ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ഉബൈനി സംവിധാനം ചെയ്ത് ജി സിനിമാസിൻ്റെ ബാനറിൽ ജീമോൻ ജോർജ് നിർമ്മിച്ച സിനിമയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിലാണ് ബിബിൻ എത്തിയിരിക്കുന്നത്. അതിൽ ബിബിൻ ജോർജിനോടൊപ്പം ചന്തുനാഥ്, ഷൈൻ ടോം ചാക്കോ, ആദിയ പ്രസാദ് ഇവരാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് രാഹുൽ കല്യാണാണ്. ആ കഥയ്ക്കും തിരക്കഥയ്ക്കും സംഭാഷണത്തിനും ഒരു പ്രാധാന്യം തന്നെ നമ്മൾ കാണണം. ആ സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സിനിമയിലേക്ക് വന്നു തന്നെ ബിബിനും ചന്തുനാഥും എന്നീ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. അതൊരു മികച്ച ഫാമിലി എൻ്റർടൈനർ എന്ന് തന്നെ പറയാം. നമുക്ക് ആ സിനിമ കണ്ട് കുറേ ആൾക്കാർ അന്നൊക്കെ ബൈറ്റുകൾ നമ്മൾ കൊണ്ട് ഒരു ഫാമിലി എൻ്റർടൈനർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇവർ രണ്ടൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ കൂടിയാണ്. തമാശകളിലൂടെയാണ് തുടങ്ങി പിന്നെ പ്രേക്ഷകരെ ഇമോഷനിലേക്ക് ത്രില്ലടിപ്പിക്കുന്നൊരു ചിത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ണ് നനയിക്കുന്ന പോലെ നമുക്ക് കണ്ണ് നനയും എന്ന് പറയാം. ഉള്ളു വേദനിക്കും, അതുപോലെ സന്തോഷിപ്പിക്കാം. അപ്പം തമാശയിലൂടെ വന്ന് ഒന്ന് ഇമോഷനിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ശുക്രൻ. ഒരു മികച്ച പോലീസ് വേഷത്തിലാണ് കേട്ടോ ഷൈൻ ടോം ചാക്കോ പറയുന്നത്. ഷൈൻ ടോം ചാക്കോ ഇതിനു മുമ്പ് പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് ഒറ്റ വാക്കിൽ പറയാം. ആശാൻ എന്ന ലോറി, ഈ ലോറി ഇതിനകത്തൊരു കഥാപാത്രമാണ്. അതാണ് ഈ ലോറി ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ഒരു ലോറിയും കഥാപാത്രമാവുന്നൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ ആ ലോറിയുടെ ഡ്രൈവറായിട്ട് അത് കോട്ടയം നസീർ ഇതിനു മുമ്പ് അച്ഛൻ വേഷങ്ങൾ ഒത്തിരി വേഷങ്ങൾ. പക്ഷേ ഇതിലെ ഒരു കഥാപാത്രം കോട്ടയം നസീർ നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്ന മികച്ചതായിട്ട് തന്നെയാണ്. എന്തായാലും അസീസ് നെടുമങ്ങാട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ നമ്മൾ നെട്ടിച്ചിട്ടുണ്ട്. ആക്ഷൻ ഒരു സീനിലൂടെ അസീസ് നെടുമങ്ങാട് നമ്മൾ നെട്ടിച്ചു. ഒരു പുതുമുഖ നായികയാണ്. പക്ഷേ ആ പുതുമുഖ നായികയാണെന്ന് നമുക്ക് തോന്നിക്കുന്നില്ല. ആ രീതിക്കൊരു പെർഫോമൻസ് ചെയ്ത ഒരു നടി കൂടിയാണ് ആദിയ പ്രസാദ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. എന്തായാലും ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിൽ പോയി ആസ്വദിക്കാവുന്ന ഒരു കൊച്ചു മികച്ച ചിത്രം. ഇപ്പോഴും തിയേറ്ററിലുണ്ട്. തിയേറ്ററിൽ ചെറിയ സിനിമയായതുകൊണ്ട് കുറച്ച് തിയേറ്ററിലൊക്കെയാണ് ഇപ്പോൾ സിനിമ. പക്ഷേ നിങ്ങൾക്ക് പോയി കണ്ടാൽ നഷ്ടം വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്ര നല്ല ഒരു ശുക്രൻ സിനിമ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിബിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരടുപ്പവും സ്നേഹവും എല്ലാ മലയാളി പ്രേക്ഷകർക്കുമുണ്ട് ഇല്ലേ. ആ ബിബിൻ്റെ നായകനായുള്ളൊരു സിനിമയാണ് ഇപ്പോൾ ശുക്രൻ. ആ സിനിമയുള്ള എല്ലാവരും ശുക്രൻ തെളിഞ്ഞുകൊണ്ട് ഉദിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം കാണാൻ മറക്കരുത്. മറക്കാതിരിക്കുക. ശുക്രൻ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.